ഹലോ, ഹായ്, നമസ്കാരം. ബബീസ് ഓർബിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. 2023 ദേ ഈ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ അത് 2024 വരവേൽക്കാൻ നമ്മളെല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. വരൂ വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യാത്രയാണ് കേട്ടോ. പാലക്കാട്ടേക്ക് പോവുകയാണ്. ചേട്ടൻ്റെ രണ്ടാമത്തെ സഹോദരി ചേച്ചിയുടെ മൂത്ത മകൻ്റെ എൻഗേജ്മെൻറ്റ് കൂടാൻ വേണ്ടി ഞാനും മൂത്ത നാത്തൂനും കൂടി അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ ഉച്ചയ്ക്ക് വിശന്നപ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ. കയറിയ ഹോട്ടലാണെങ്കിൽ നല്ല ഭക്ഷണമാണ്. ഹോട്ടലിൻ്റെ പേര് അഭിരാമി എന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കൗതുകമായ ഒരു കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഭംഗിയുള്ള പാത്രങ്ങൾ, പണ്ട് കാലങ്ങൾ ഉപയോഗിച്ചിരുന്ന പുട്ടുകുറ്റിയും പാത്രങ്ങളും ഒക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരും കൂടി കാണിക്കാമെന്ന് കരുതി ഞാൻ എടുത്തത്. പണ്ട് കാലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചുറ്റുപാത്രമായിരുന്നു, മീൻസ് ടിഫിൻ കാരേജ്, ഇങ്ങനെ തട്ടായിട്ടുള്ളത്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ അതേ ഞങ്ങളിതാ കുതിരാൻ വഴി പോവുകയാണ് കേട്ടോ. ഈ കുതിരാൻ വഴി പോകുമ്പോൾ മുമ്പ്, അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ബസ്സിലൂടെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു കൗതുകമാണ്. കുതിരാനിൽ എത്തുമ്പോൾ നമ്മളിങ്ങനെ വരുന്ന, അതായത് പാലക്കാട് നിന്ന് വരുന്ന വഴിക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അയ്യപ്പൻ ആ ഒരു സീസണൊക്കെ വരുമ്പോൾ ആൾക്കാർ അവിടെ നിന്ന് പൈസ എറിയുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഇപ്പം എനിക്ക് ക്ഷേത്രം കാണാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു തിരിച്ചു വരുമ്പോൾ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ ഒരു യാത്രയിലൂടെ എനിക്ക് ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വന്ന വഴി, അതായത് നമ്മുടെ മുമ്പ് വന്നപ്പോഴുള്ള ആ അനുഭവമൊക്കെ നമ്മളിങ്ങനെ ഓർത്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ കാഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ കുതിരാൻ തുരങ്കം വഴിയുള്ള യാത്ര കേട്ടോ. വീടില്ലേ, ഓടിട്ട വീട്, ഈ വീട്ടിലാണ് രാത്രി 2:30-ക്ക് ഞാൻ വലതുകാല് വെച്ച് കയറിയ വീട് കേട്ടോ. അതായത് ചേട്ടൻ്റെ തറവാട് വീടാണ്. അപ്പോൾ എന്തായാലും പാലക്കാടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മളൊന്ന് വന്ന് കാണാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ പൊള്ളാച്ചിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ചേച്ചിക്ക് ഒരു ആഗ്രഹം ചിറ്റൂർ കോളേജിലേക്ക് ഒന്ന് കയറണം എന്നുള്ളത്. അപ്പം ആഗ്രഹങ്ങളൊന്നും നമ്മൾ എന്താ പറയുക, പെൻഡിങ് വെക്കേണ്ട കാര്യമില്ല, അങ്ങനെ നടത്തിച്ചങ്ങ് പോകുന്ന വഴിക്കാണല്ലോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാറിൽ തന്നെ ഇരുന്ന് ഈ പറഞ്ഞ മാതിരി ചുറ്റൂർ കോളേജൊക്കെ ഒന്ന് കവർ ചെയ്ത് ഞങ്ങൾ പോയ സമയത്ത് കോളേജ് വിടുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഇങ്ങനെ കോളേജിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചേച്ചി പറയുമായിരുന്നു. ചേച്ചിയും ചേട്ടനും പഠിച്ചതും ചുറ്റൂർ കോളേജിലാണ്. അപ്പോൾ ചേച്ചി ഫുൾ ആക്റ്റീവായിരുന്നു സ്പോർട്സിൽ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചേച്ചി പറയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബയോളജി, കെമിസ്ട്രി ബ്ലോക്കുകളൊക്കെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഒരു വിദ്യാലയത്തിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ നമ്മൾ പോകുമ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ ചെന്നെത്താറുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ പഴയ കാലങ്ങളെക്കുറിച്ച് ഓർക്കും, അത് നമ്മൾ അടുത്തിരിക്കുന്നവരത്ത് നമ്മളൊന്ന് പറയും. അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷമല്ലേ. അത്തരം സന്തോഷം ഞാൻ ചേച്ചിയിൽ കൂടെ അനുഭവിക്കേണ്ടായിരുന്നു. ചേച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സന്തോഷത്തിനൊപ്പം നമ്മളും ആ സന്തോഷം പങ്കിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ വീഡിയോയിലൂടെ കണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കോളേജ്, ചിറ്റൂർ കോളേജ് എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ സിനിമകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്ന് കലാലയം അങ്ങനെ എന്തോ പറയുന്ന ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു തോന്നും. അപ്പം ആണെന്ന് തോന്നുന്നു, എനിക്ക് സിനിമയുടെ പേര് കൃത്യമായി ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ചിറ്റൂർ കോളേജ് അങ്ങനെ സിനിമയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഇനി പൊള്ളാച്ചിയിലേക്ക് പോവുകയാണ്. അപ്പം ഇങ്ങനെ ചേച്ചി ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ.
കോളേജിലെ വിശേഷങ്ങളെല്ലാം കണ്ടത് ഞങ്ങളിങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളിനി പൊള്ളാച്ചിയിലേക്ക് പോവുകയാണ് കേട്ടോ. എന്തൊരു ഭംഗിയുള്ള സ്ഥലങ്ങളാണെന്ന് അറിയാമോ? നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത തെങ്ങുകളുടെ ഒരു എന്താ പറയുക, തെങ്ങിൻ തോട്ടം തന്നെ പറയാം കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ. ഇവിടെ നിന്നൊക്കെയാണെന്ന് തോന്നുന്നു തേങ്ങ നമ്മുടെ കേരളത്തിലേക്കൊക്കെ വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. തെങ്ങ് ഇഷ്ടം പോലെയാണ് കേട്ടോ. അത് ഇരു സൈഡിലും ഇങ്ങനെ തെങ്ങൊക്കെ അങ്ങനെ നട്ട് തെങ്ങിൻ്റെ കൃഷിയാണെന്ന് തോന്നുന്നു, തേങ്ങയുടെ. അപ്പോൾ എന്തായാലും തെങ്ങ് കൃഷിയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോവുകയാണ് കേട്ടോ. പൊള്ളാച്ചിയിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊള്ളാച്ചിയിലെത്തി. ചേച്ചിയുടെ ഫാക്ടറിയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇന്ന് സ്റ്റേ. അപ്പം നമുക്ക് ഫാക്ടറിയിലുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം. പാലക്കാട് വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ നാത്തൂൻ്റെ മൂത്ത മകൻ്റെ എൻഗേജ്മെൻറ്റാണ് നാളെ. അപ്പം അതിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം നല്ല ഓർക്കഷനാണ്. അപ്പം നാളെ രാവിലെ എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ വരുന്ന വഴിക്ക് വന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ പറ്റിയില്ല കേട്ടോ. ഭയങ്കര ക്ഷീണം കാരണം പറ്റിയില്ല. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതാ ഇവിടെ ഈ ജനലിൽ കൂടി ഞാൻ കാണിച്ച സ്ഥലം എന്ന് പറയുന്നത് വർക്ക്ഷോപ്പാണ്. അവിടെ അത്രയും പൊടിയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ റെഡി ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഡിനോളക്സിൻ്റെ പ്രൊഡക്റ്റാണ് ചേച്ചിയുടെ ഫ്ലാറ്റിലും യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ, കിച്ചൺ കൗണ്ടർ ടോപ്പ് ആൻഡ് കബോർഡൊക്കെ പറഞ്ഞു. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് ഭഗവാന്റെ ഒക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ലൈറ്റൊക്കെ LED ലൈറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രസമാണ്.
ഡിനോലെക്സിൻ്റെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ഇതൊക്കെയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അതൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ ചേച്ചിയുടെ കിച്ചൺ, ആ ഫ്ലാറ്റിലെ കിച്ചൺ കൗണ്ടർ ടോപ്പ്. ഞാൻ പറഞ്ഞില്ലേ, കണ്ടില്ലേ, നന്നായിട്ടില്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഭഗവാനെ വച്ചിരിക്കുന്നതൊക്കെ നന്നായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഡിനോലെക്സിൻ്റെ പ്രൊഡക്റ്റ് വെച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. റെഡിയായി. ഇനി എൻഗേജ്മെൻറ്റിന് പോകാൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻഗേജ്മെൻറ്റ് സ്ഥലത്തെത്തി. അവിടെയുള്ള കാഴ്ചകളാണ് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത്.
2023 അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ബബീസ് ഓർബിറ്റ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ 2023 വിട പറഞ്ഞുകൊണ്ട് 2024 പുതിയ നല്ല വീഡിയോയുമായി കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആഗ്രഹത്തോടുകൂടി നിങ്ങളോട് ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ അറിയിച്ചുകൊണ്ട് ബബീസ് ഓർബിറ്റ് ഇവിടെ നിന്നും വിട പറയുകയാണ്. ബൈ. പുതിയ നല്ല വീഡിയോയുമായി 2024 കാണാമേ. ബൈ.